നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ അതിലെ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച്. ആ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളിൽ എനിക്കുള്ളൊരു കൺസേൺ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു. അപ്പോൾ പലരും ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരും ആഗ്രഹമുള്ളവരും ആ കുട്ടീനെ കുറച്ചൊക്കെ ഇഷ്ടമുള്ളവരായിട്ടുള്ള ആളുകളൊന്നും ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാനോ ഒന്നും തയ്യാറാവാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തെന്തെങ്കിലും സംസാരിച്ചാൽ പോലും അതിന് താഴെ വന്നിട്ട് അശ്ലീലം എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമായിട്ടാണെന്ന് എനിക്കറിയില്ല. അത്രയും മോശമായിട്ടാണ് അതിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും വന്നിറങ്ങി ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളെ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾ, ഞാൻ ഈ കമൻറ്റ് ചെയ്ത ആളുകളെയാണ് അശ്ലീലങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളെ പേര് നടക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അത് പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നാൽ എന്താ പറയുക, അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് യാതൊരു പ്രശ്നമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറ്റാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ജാസ്മിൻ്റെ കുറ്റം പറയുന്നത്. അതാണ് എനിക്ക്. എന്നിട്ട് പറയുന്ന വാക്കുകളാണ്, ജാസ്മിൻ മോശക്കാരിയാണ് എന്ന് പറയുന്നവർ വന്ന് പറയുന്ന വാക്കുകൾ കേട്ടാലുണ്ടല്ലോ, അവർ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ പോയി കുളിക്കണം എന്നവരാണ് ജാസ്മിൻ തുപ്പി എന്നും പറഞ്ഞ് നടക്കുന്നത്. കാര്യങ്ങൾ കൂടെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരിക്കലും ജാസ്മിൻ്റെ ഒരു PR അല്ലെങ്കിൽ ജാസ്മിൻ ഫാനോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ മൂക്കട്ട ഫാനോ മൂക്കള ഫാനോ, ഞാൻ മൂക്കള ഫാനും അല്ല, വളിയൻ ഫാനും അല്ല, കാട്ടുതീ ഫാനും അല്ല, ഒരു ഫാനുമല്ല. പക്ഷേ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിക്കെതിരെ വരുന്ന ഈ സൈബർ ബുള്ളിങ്ങിനെ, ഈ സൈബർ അറ്റാക്കിനെ, അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക പ്രയാസം ആർക്കായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് ഇട്ടത്. പിന്നെ എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ല എന്നും അതിനർത്ഥമില്ല കേട്ടോ. എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. ജാസ്മിൻ നന്നായിട്ട് ആ കുട്ടി സർവൈവ് ചെയ്ത പോലെ, ആ കുട്ടി അനുഭവിച്ച പോലെ, ആ കുട്ടി പല കാര്യങ്ങളും എന്താ പറയുക ഫേസ് ചെയ്ത് വന്നതുപോലെ അത്രയും അനുഭവിച്ച് അത്രയും എന്താ പറയുക സഫർ ചെയ്തിട്ട് അവിടെ ഇത്രയും ദിവസം നിന്ന വേറൊരാൾ ബിഗ് ബോസ് സീസൺ 6 ഇല്ല. അത് ഞാൻ ഇനിയും പറയും. അതിനിപ്പോൾ എന്നെ ഇനി മൂക്കള ഫാൻ ആക്കിയാലും എന്താക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് വന്ന കുറേ കൊമൻസിൻ്റെ മറുപടിയും കൂടെയാണ് കേട്ടോ. ചിലർ പറയുന്നത് അവൾ ചെയ്തി കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്, കേൾക്കേണ്ടി വന്നത്, അങ്ങനെ വന്നത്, ഇങ്ങനെ വന്നത്, കുടുംബ പ്രേക്ഷകർക്ക് ഇന്ന് കാണാൻ പറ്റുമോ, കുട്ടികളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുമോ? കുട്ടികളുമായിട്ടിരുന്ന് കാണണ്ട. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 16+ ഷോ അല്ലേ, അത് കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ആക്ടർ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് സ്ക്രീൻ ടൈം വളരെ കുറച്ചാണ് കൊടുക്കാറ്. നമ്മൾ കുട്ടികൾക്ക് അതേ സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ കുട്ടികളെ ഇരുത്തി കാണിക്കേണ്ട ഷോ അല്ല. പിന്നെ ഇത്രയും കുറ്റം പറയുന്ന, ഡീഗ്രേഡ് ചെയ്യുന്ന, അതങ്ങനെയാണ്, ചാനൽ ഇങ്ങനെയാണ്, അത് മറ്റേതാണ്, ഒരു കുറ്റവും ഇല്ലാത്തതില്ല കേട്ടോ ബിഗ് ബോസിന്. അങ്ങനെയുള്ളവർ കാണാതിരിക്കുക. എനിക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷോ കാണില്ല. അതാണ് അതിൻ്റെ മാന്യത. അല്ലാതെ ഇത് കാണുകയും വേണം, ഇതിനെ കുറ്റം പറയുകയും വേണമെന്ന് പറയുമ്പോൾ അത് ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ജാസ്മിൻ്റെ റിലേഷനെ കുറിച്ച് പറയുന്നത് എന്താ, മൂന്നാളെ ചതിച്ച് നാലാമത്തെ ആളെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ജാസ്മിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്, ജാസ്മിൻ്റെ ഓരോ റിലേഷനും ബ്രേക്ക് ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. അറിയോ? എനിക്കറിയില്ല, നിങ്ങൾക്കും അതറിയില്ല. അത് ജാസ്മിനും അയാൾക്കും മാത്രം അറിയുന്ന കാര്യമാണ്, അതാരാണെങ്കിലും. അപ്പം അവരതിനെ, ആ കുട്ടി അതറിയാതെ അവിടെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, അത് അങ്ങനെ അതിങ്ങനെ എന്ന് പറഞ്ഞ് വലിയ ആൾക്കാരാവുന്നത്, അതായത് ഓപ്പോസിറ്റ് ആളില്ലാത്ത സമയം മാക്സിമം പറഞ്ഞ് പിടിപ്പിക്കാമല്ലോ, അത് ചെയ്യുന്നത് വലിയ എന്താ പറയുക വലിയ മിടുക്കൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പിന്നെ ഈ അഫ്സലിൻ്റെ കാര്യമാണെങ്കിൽ സീരിയസ്ലി ഈ മഞ്ഞപ്പത്രക്കാരെ പോലെയുള്ള കുറേ യൂട്യൂബേഴ്സിൻ്റെ വലയിൽ അഫ്സൽ വീണു. കാരണം ആരുടെ ആണെങ്കിലും പ്രൈവസി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് പലരും. ആ പ്രൈവസി ചകഞ്ഞ് പോയപ്പോൾ അഫ്സൽ അതങ്ങ് കാണിച്ചു കൊടുത്തു. അത് അഫ്സൽ പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം അഫ്സലിന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് മാന്യമായിട്ട് ഓക്കെ, എനിക്ക് ജാസ്മിനെ താല്പര്യമില്ല, ഈ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. അത് ഞാൻ അയാളെ കുറ്റം പറയല്ല, പക്ഷേ അയാളെയും ഈ യൂട്യൂബേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ചില യൂട്യൂബേഴ്സൊക്കെ അഫ്സൽ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത്. സീരിയസ്ലി അവരുടെ അന്നമായി മാറി ഇപ്പോൾ അഫ്സലും ജാസ്മിനും, എസ്പെഷ്യലി ജാസ്മിൻ.
പിന്നെ കുറേ ഒരു പ്രത്യേക തരം കരച്ചിലുകാരുണ്ട് കേട്ടോ. എല്ലാ സീസണിലും അവർ കരയും. കാരണം അവർക്കൊരു രാജാവ് ഉണ്ടാവുമല്ലോ എല്ലാ സീസണിലും. ആ രാജാവ് ഒന്ന് ഡൗൺ ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് ലേഡി കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഇന്ന ആൾക്കൊരു കപ്പ്, പഴയ എന്താ പേളിക്കൊരു കപ്പ്, ആര്യയ്ക്കൊരു കപ്പ്. തേർഡ് സീസണിൽ വന്നപ്പോൾ ആരായിരുന്നു അത്? തേർഡ് സീസണിൽ ആരുമില്ല, കാരണം കോവിഡും പിന്നെ ആ മണിക്കുട്ടൻ്റെ ഒരു വ്യക്തിപ്രഭാവം അതും അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഡിംബൽ ഫേവറിസം. അത് കഴിഞ്ഞ് വന്ന് ഫോർത്ത് സീസൺ ആയപ്പം മറ്റേ ജാസ്മിൻ മൂസ, പിന്നെ ഫിഫ്ത്ത് സീസൺ ആയപ്പോൾ ശോഭയ്ക്കൊരു കപ്പായി, സിക്സ്ത് സീസൺ ആയപ്പോൾ ഇത് ജാസ്മിനൊരു കപ്പ്. ഇത് എന്താ പറയുക, എന്നാൽ ഇവർ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സീസണിൽ ഈ ഇന്നയാൾക്കൊരു കപ്പ് എന്നുള്ള പരിപാടി വിജയിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നതിലൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ പറയാന്നല്ലാതെ ഇതൊട്ട് സംഭവിച്ചിട്ടുമില്ല. എക്സാക്ട്ലി ആർക്കാണോ അത് കിട്ടേണ്ടത് അതേ ആളുടെ കയ്യിൽ തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത്. എന്നാലും ഈ പറച്ചിലിന് എല്ലാ സീസണിലും ഒരു കുറവില്ല, ഒരു നാണമില്ലാതിരുന്ന് പറയുകയും ചെയ്യും. ഈ ബിഗ് ബോസിനെയും ഷോ ഡയറക്ടറെയും എല്ലാത്തിനും, എൻ്റെ മോശം എന്നെയും വിഷാന്റിനെയും ഒക്കെ തെറി വിളിക്കുകയും ചെയ്യും. എന്നാൽ ഒരു നാണമില്ലാതെ ഇരുന്നത് കാണുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ ഓഡിയൻസ്. വേറെ കുറച്ച് പേര് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇത് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന എന്തോ തിരഞ്ഞെടുക്കാനുള്ള ഷോയാണെന്നാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസിനെ കിട്ടിയതാണ് സത്യത്തിൽ ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാനിടയ്ക്ക് ചിന്തിക്കും കേട്ടോ, ഈ പറയുന്നവർക്ക് തീരെ വെളിവില്ലേന്ന്. കാരണം ജാസ്മിനെ ഫേവർ ചെയ്യുന്ന ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസിനെ എന്തൊക്കെ അവിടെ കാണിക്കാതിരിക്കായിരുന്നു. ബാക്കിയുള്ള ക്യാമറകളിൽ ബാക്കിയുള്ള ആളുകളെ കാണിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് ഇമേജ് ബിഗ് ബോസിന് ജാസ്മിന് വരാൻ കാരണമായിട്ടുള്ള പലതും ഈ ഷോ ഡയറക്ടർക്കും എഡിറ്റേഴ്സിനും ഒക്കെ ഡയറക്ഷൻ കൊടുത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ കയറ്റി ജാസ്മിൻ്റെ എന്താ പറയുക ആ ഒരു ഇമേജ് ഭയങ്കര അടിപൊളിയായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പോൾ അത് ഫേവറിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഒരു ഇമേജോ അല്ലെങ്കിൽ ഈ സൈബർ ബുള്ളിങ്ങോ ഒന്നും ജാസ്മിൻ നേരിടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഇത് ആ കുട്ടിയെ ഈ തെറി വിളിക്കുകയും വേണം, ഇതൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. രക്ഷയില്ലാത്ത സൈബർ അറ്റാക്കും നടത്തും, എന്നിട്ട് ഏഷ്യാനെറ്റിന് കുറ്റം പറയും, ഷോ ഡയറക്ടർ മറ്റോതാണെന്ന് പറയും, ഇത് ഫേവറിസം ആണെന്ന് പറയാം. എന്താ പറയുക, ഒന്നും തമ്മിൽ അങ്ങ് മാച്ച് ആവുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകുകയാണെങ്കിൽ എന്താ പറയുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള താഴേക്കുള്ള കമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ട് കളയും. അത് നിങ്ങളെ പേടിച്ചിട്ടാണോ എന്ന് വെച്ചാൽ ഇല്ല, കാരണം എനിക്ക് പേടിക്കാൻ പോലും ഉള്ളതില്ല. നിങ്ങൾ അത്രയും സംസ്കാര ശൂന്യരോട് എനിക്ക് സംവദിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ബൈ.